ലൈഗർ, ടൈഗ്രോൺ എന്നിവയൊക്കെ കാട്ടിൽ ജനിച്ചതായി റിപ്പോർട്ടുണ്ടോ? സിംഹത്തിന്റെയും കടുവയുടെയും ഒക്കെ സങ്കരയിനങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. കാട്ടിൽ എന്തുകൊണ്ട് ഇത്തരം ക്രോസ് ബ്രീഡിങ്ങുകൾ നടക്കുന്നില്ല? ലയണും ടൈഗറും ഒരേ ആവാസ വ്യവസ്ഥ പങ്കിടുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആമസോൺ കാടുകളിലായാലും ആഫ്രിക്കയിലെ സവന്നകളിലായാലും വിവിധയിനം പൂച്ചവർഗ്ഗങ്ങൾ ഒരുമിച്ച് വസിക്കുന്നവരാണല്ലോ. അവിടെ എന്തുകൊണ്ട് ക്രോസ് ബ്രീഡിങ്ങുകൾ ഉണ്ടായിക്കൂടാ? ആഫ്രിക്കയിലെ സിംഹവും പുള്ളിപ്പുലികളും, ആമസോൺ കാടുകളിലാണെങ്കിൽ ജാഗ്വറും പ്യൂമയും, പല നായ് വംശജരും, പല അങ്കുലേറ്റുകളും, ഇങ്ങനെ ശ്രേണി തുടർന്നാൽ ഒരുപാടുണ്ടല്ലോ ബ്രീഡിങ്ങിന് സാധ്യതയുള്ളവർ. ഇന്ന് കാണുന്ന സസ്യങ്ങളിൽ പകുതിയിലധികവും സങ്കരയിനങ്ങളാണ്. സങ്കരയിനം നെൽവിത്തുകൾ, സങ്കരയിനം ഗോതമ്പ് ഇവയൊക്കെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കാർഷിക വിളകളിൽ ഉൾപ്പെടുത്തിയത് നമ്മുടെ പഴയകാല ഗവൺമെന്റ് ആയിരുന്നല്ലോ. അന്ന് ഇന്ത്യയിലെ പട്ടിണി മാറ്റാൻ ഇതൊക്കെ സഹായിച്ചിരുന്നു. പക്ഷേ ഇത്തരം കാട്ടുമൃഗങ്ങളെ ബ്രീഡിംഗ് നടത്തിയതുകൊണ്ട് കണ്ണിന് ആസ്വാദനം എന്നതിൽ കവിഞ്ഞ് എന്താണ് പ്രയോജനമുള്ളത്? അതുകൊണ്ട് തന്നെ കാട്ടിൽ ഇതൊന്നും നടക്കുന്നില്ല. കാട്ടിൽ ക്രോസ് ബ്രീഡിംഗ് നടക്കാതിരിക്കാൻ മൃഗങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട രണ്ട് തടസ്സങ്ങളാണുള്ളത്. ഒന്ന്, അവയുടെ പ്രണയചേഷ്ടകളും അവയുടെ വശീകരണ രീതികളും ഓരോ ഇനത്തിലും വെവ്വേറെയാണ്. സിംഹം ഒരു പെൺസിംഹത്തെ വശീകരിക്കുന്നത് പോലെയല്ല കടുവയുടെ ഇണയെ വശീകരിക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോന്നിനും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. മറ്റൊന്നുള്ളത്, ഇതുവരെ ഭൂമിയിൽ കണ്ടെത്തിയ ജീവിവർഗങ്ങൾ 10 ലക്ഷമാണല്ലോ. ഈ 10 ലക്ഷത്തിനും മെയിൽ ഫീമെയിൽ ഓർഗൻസ് ഡിസൈൻസ് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ചിലതിനെയൊക്കെ ബുദ്ധിമുട്ടി ക്രോസ് ബ്രീഡിംഗ് ചെയ്യിക്കാമെങ്കിലും തികച്ചും വ്യത്യസ്തതയും വൾണറബിളുമാണ് കാര്യങ്ങൾ.